അതുകൊണ്ട് സഹോദരങ്ങളെ, സിയമടൂരാണ് ലോകത്തിൻ്റെ നിയന്താവ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ, നിങ്ങൾ എത്ര കാലം നിസ്കരിച്ചാലും അള്ളാഹു നിസ്കാരം സ്വീകരിക്കില്ല. നീ മുശ്രിക്കായിട്ടാണ് മരിക്കുന്നത്, കാഫറായിട്ടാണ് നീ മരിക്കാൻ പോകുന്നത്. കാഫറായിട്ട് മരിക്കും, ഒരു സംശയവും വേണ്ട. നിനക്ക് ആ കാര്യത്തിൽ സംശയവും വേണ്ട. എങ്ങനെയാണ് നിനക്കതിൽ സംശയം ഉണ്ടാവുന്നത്? മുദബ്ബറുൽ ആലം, ലോകത്തെ നിയന്ത്രിക്കുന്നവൻ എന്ന വാക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ റസൂലിന് പോലും പതിച്ച് നൽകിയിട്ടില്ല. എന്നിട്ടാണ് നീ ഇന്നലെ മരിച്ചു പോയതോ ചെങ്ങാതിയെക്കുറിച്ച് പറയുന്നത്. അതല്ലെങ്കിൽ മുഹീദ്ദീൻ ഷെയ്ഖെ കാക്കണേ, ജാറത്തിൽ കിടക്കുന്നവരെ എൻ്റെ പ്രയാസങ്ങൾ നീക്കി തരണേ, എൻ്റെ ബുദ്ധിമുട്ടുകൾ മാറ്റിത്തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നീ മരിക്കുന്നത് എങ്കിൽ നീ മുസ്ലിമായിട്ടല്ല മരിക്കുന്നത്. ഇത്രയും കാലം ഇബാദത്ത് അള്ളാഹ് സ്വീകരിക്കുന്നതല്ല. അബ്ദുല്ലാഹ് ബിൻ ജദ്ആൻ എന്നൊരു മനുഷ്യൻ മുശ്രിക്കുകളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. ഓരോ ഹജ്ജിനും അയാൾ 700ഉം 70ഉം എത്ര 100 കണക്കിന് ഒട്ടകങ്ങൾ, അതിൻ്റെ പുറത്തുള്ള വിഭവങ്ങൾ ഹജ്ജിന് വരുന്ന ആളുകൾക്ക് ദാനം ചെയ്യുമായിരുന്നു. അത്രയും ദാനധർമ്മിയായിരുന്നു. അയാൾ കുടുംബബന്ധം ചേർക്കും, പല നന്മകൾ ചെയ്തിരുന്ന മനുഷ്യനാണ്. അയാളെക്കുറിച്ച് ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ, അബ്ദുല്ലാഹ് ബിൻ ജദ്ആൻ അയാൾ ചെയ്ത നന്മകൾ എന്തെങ്കിലും ഉപകരിക്കുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞ മനുഷ്യർ ഒരിക്കൽ പോലും ദിവസത്തിൽ ഒരിക്കൽ പോലും ഒരു അസ്തഗ്ഫിറുല്ലാഹ് എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. അവൻ്റെ പ്രവർത്തനം സ്വീകരിക്കും. തൗഹീദുള്ളവനായിട്ടല്ല മരിച്ചത്.